കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ ജലസ്നാനം എന്ന പഠന പരമ്പരയിലെ 6ാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് സ്നാനം എന്നൊരു വിഷയമല്ല, മറിച്ച് ഇനിമേൽ ചിന്തിക്കാനിരിക്കുന്ന സ്നാനങ്ങൾ എന്ന വിഷയത്തിൽ നമുക്കൊരു പൂർണ്ണമായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുവാനും അതിനെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുവാനും ചില വിഷയങ്ങളിലുള്ള പരിജ്ഞാനം, അറിവ് അനിവാര്യമാണ്. അത്തരത്തിലുള്ള 2 വിഷയങ്ങളാണ് ഇതിനനുബന്ധമായിട്ട് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഒന്നാമത്തെ വിഷയം, ദൈവം യഹൂദനെ താൽക്കാലികമായി കൈവിടുന്നു. 2, ദൈവ മഹത്വം ഇസ്രായേലിൽ നിന്ന് താൽക്കാലികമായി പടിയിറങ്ങുന്നു. ഈ 2 വിഷയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയങ്ങളാണ്. ഇത് രണ്ടും വലിയ വിഷയങ്ങളാണെങ്കിലും നമ്മുടെ വിഷയം മനസ്സിലാകുവാനും മാത്രം, ഈ സ്നാനം എന്നുള്ള വിഷയം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ മാത്രം അതിൻ്റെ ചില വശങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് മനസ്സിലായി കഴിയുമ്പോൾ ഇസ്രായേലിനെ ദൈവം കൈവിട്ടിരിക്കുന്നുവെന്നും ആത്മീക ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇന്ന് ഇല്ല എന്നും നാം അവരുടെ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമല്ല എന്നും നമ്മുടെ രക്ഷ യഹൂദീയ പദ്ധതിയുടെ ഒരു പിന്തുടർച്ചയല്ല, മറിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് ക്രിസ്തീയ വിശ്വാസമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുവാനായിട്ട് ഇതിലൂടെ കഴിയും. ഇത് മനസ്സിലാകുമ്പോൾ യഹൂദന്റെ സ്നാനം അല്ല ക്രിസ്തീയ സ്നാനമെന്നും നമ്മെ ദൈവത്തോട് അനുരൂപരാക്കുന്ന ആത്മസ്നാനത്തെയാണ് നമ്മോട് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അധികം മുഖവരകളില്ലാതെ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. യഹൂദനെ ദൈവം താൽക്കാലികമായി കൈവിട്ടിരിക്കുന്നു. ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകാം, എന്നു മുതൽ എന്നു വരെയാണ് അവരെ കൈവിട്ടിരിക്കുന്നത്? ഞാൻ ആ വാക്യത്തിലേക്ക് വരുന്നതിന് മുൻപായിട്ട് പെട്ടെന്ന് അതിനൊന്ന് ആൻസർ പറഞ്ഞിട്ട് ഞാൻ അതിനെ പ്രൂവ് ചെയ്യാം. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന ഒരു അനുഭവം അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അവിടെ മുതൽ ദൈവം ഇസ്രായേലിനെ കൈവിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ട്രിഗർ, സ്തേഫാനോസിനെ, പരിശുദ്ധാത്മ പൂർണ്ണനായി നിന്നിരുന്ന സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുമ്പോൾ അവിടെ വെച്ച് ദൈവം ഇസ്രായേലിനെ പരിപൂർണമായിട്ട് കൈവിടുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിൽ വന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ൽ അവരോട് വാഗ്ദത്തം ചെയ്തിരുന്ന പോലെ തന്നെ സഭയെ ശക്തീകരിക്കുകയും ആത്മീക ശുശ്രൂഷകൾ അവരുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നടക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. എന്നാൽ അവിടുത്തെ മഹാപുരോഹിതനും മറ്റു പൗരോഹിത്യ വൃന്ദവും ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ അത് മനസ്സിലാക്കാതെ അവർ ആ ബലം പ്രാപിച്ച, ശക്തി പ്രാപിച്ച സഭയെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും അതിൻ്റെ നേതൃത്വ നിരയിൽ നിന്നിരുന്ന 12 അപ്പോസ്തലന്മാരെ പിടിച്ച് ജയിലിലിടുകയും ഒരാളെ തലവെട്ടി കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഇൻസ്റ്റൻസ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അവർ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും എതിരായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്ന ആ അനുഭവം അതിന്റെ പാരമ്യത്തിൽ, അതിന്റെ ക്ലൈമാക്സിൽ എത്തുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ പൂർണ്ണനായി നിന്നിരുന്ന സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന ആ ഒരു സംഭവത്തിലൂടെയാണ്. അന്ന് ദൈവം അവരുടെ വാഗ്ദത്ത പദ്ധതി താൽക്കാലികമായിട്ട് കൈവിടുവാനിടയായി. അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ റാപ്ചർ നടക്കും, നാം ഇവിടെ നിന്ന് ചേർക്കപ്പെടും. ഇതിനിടയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് കൃപായുഗം അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ആ റാപ്ചറോടുകൂടി ആ സഭ ഇവിടെ നിന്ന് ചേർക്കപ്പെടും. അതിനുശേഷം ദൈവം കൈവിട്ട യഹൂദനെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തും. യഹൂദനെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു കാലഘട്ടം റാപ്ചറിന് ശേഷം നടക്കും. ഈ ഒരു കാലത്തിലാണ് അവരെ കൈവിട്ടിരിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞുകൊണ്ട് സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന സമയത്ത് അവരെ കൈവിടുകയും റാപ്ചറിന് ശേഷം അവരെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യും. ഏകദേശം നീണ്ട 2000 വർഷത്തെ ഒരു കാലഘട്ടം അവർ കൈവിടപ്പെട്ടു പോയിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇതിന് മുന്നറിയിപ്പായിട്ട് കർത്താവ് അവരോട് സംസാരിക്കുന്ന ഒരു വാക്യം മാത്രം പെട്ടെന്ന് വായിച്ച് ഞാൻ വിഷയത്തിലേക്ക് വരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പറയുന്നു, അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ലാതാനും. 7-ാമത്തെ വാക്യം. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. 9-ാമത്തെ വാക്യം. മേലാൽ കായ്ച്ചില്ലെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഉപമ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിന്റെ ഒരു വിശദീകരണം പെട്ടെന്ന് പറയാം.
ഇവിടെ ഒരു ഫലം കൊടുക്കാത്ത അത്തിയുടെ ഉപമ കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുകയാണ്. ഇത് യഹൂദനെ കൈവിടുന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ അല്പമായിട്ട് വിശദീകരിക്കാം. നീണ്ട ഒരു പ്രസംഗം നടത്തേണ്ടുന്ന വിഷയമാണെങ്കിലും ഞാൻ ഈ വിഷയം പെട്ടെന്ന് പറഞ്ഞു തീർക്കുവാൻ ആഗ്രഹിക്കുക. യഹൂദനെ കാണിക്കാൻ ദൈവം തിരുവചനത്തിൽ 3 വൃക്ഷങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 1 അത്തി, 2 മുന്തിരി, 3 ഒലിവ്. ഈ 3 വൃക്ഷങ്ങളെയും യഹൂദനെ കാണിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അത്തി ഉപയോഗിക്കുന്നത്, എന്നാൽ ഇതിന് 3 സാഹചര്യങ്ങളിലാണ്. അത്തി ഉപയോഗിക്കുന്നത് ഇസ്രായേൽ ആസ് എ നേഷൻ, ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായിട്ട്, അവരുടെ ഒരു രാഷ്ട്രീയ നിലവാരം അല്ലെങ്കിൽ അവരെ ഒരു രാഷ്ട്രമായിട്ട് എടുത്ത് കാണിക്കുന്നിടത്താണ് ഈ അത്തിയെ ഉപമിക്കുന്നത്. നമുക്കറിയാം, അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അവരൊരു രാഷ്ട്രമായിട്ട് അവരുടെ രാജ്യം രൂപീകരിച്ച് അവർ തളിർക്കുന്നത് കാണുമ്പോൾ വേനൽ അടുത്തു, അതായത് കർത്താവിന്റെ വരവടുത്തു, അവരുടെ രാജ്യത്തിന്റെ യഥാസ്ഥാപനം അടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാൻ പറയുന്നത് പോലെ ആ അത്തി അവരെ കാണിക്കുവാനായിട്ട് പലയിടത്തും ഉപയോഗിക്കുന്നതായിട്ട് നമുക്കറിയാം. യിരെമ്യാ പ്രവാചകന്റെ ഒരു പ്രവചന ഭാഗത്ത് പറയുന്നുണ്ട്, ഒരു കൊട്ടയിലിരിക്കുന്ന 2 അത്തിപ്പഴം, അത് രണ്ടും പഴുത്ത് ചീഞ്ഞ് അളിഞ്ഞു പോകുന്നതായിട്ട് കാണാം. 2 ചീഞ്ഞുപോയ 2 അത്തിപ്പഴം, ഒന്ന് ഹൗസ് ഓഫ് ഇസ്രായേൽ, മറ്റേത് ഹൗസ് ഓഫ് ജൂഡ. 12 ഗോത്രത്തിൽ 10 ഗോത്രവും 2 ഗോത്രവുമായിട്ട് പിരിഞ്ഞിരിക്കുക. യഹൂദ ഗ്രഹം, ഇസ്രായേൽ ഗ്രഹം. അതിനാണ് 2 അത്തിപ്പഴങ്ങളെ ആ ഒരു കൊട്ടയിലിരുന്ന് ചീഞ്ഞു പോയിരിക്കുന്ന അത്തിപ്പഴങ്ങളെ കാണിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ആത്മീക നിലവാരം കാണിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് മുന്തിരി വൃക്ഷത്തെ കാണിക്കുന്നതായിട്ട് നമുക്കറിയാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. കൊമ്പിന് മുന്തിരിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയത്തില്ല എന്നൊക്കെ പറയുന്ന അനേക ഉപമകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് യെശയ്യാ പ്രവചനം 5-ാം അധ്യായം. അതിന്റെ 1 മുതൽ 7 വരെ കുറഞ്ഞത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മുന്തിരിയെ എങ്ങനെ യഹൂദനോട്, ഇസ്രായേലിനോട് ഉപമിച്ചിരിക്കുന്നു എന്ന് നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ വേറൊരു വൃക്ഷമാണ് ഒലിവ്. അവരെ ഉപമിക്കാറുള്ള ഒരു വൃക്ഷമാണ് ഒലിവ്. ഇസ്രായേലിന്റെ ദൈവിക അഭിഷേകം, അതെന്നുണ്ടെങ്കിൽ ആത്മീക അനുഗ്രഹങ്ങള്, ഹെവൻലി ബ്ലെസ്സിങ്സ്, അവരുടെ ആ ദൈവ സാന്നിധ്യം കാണിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വൃക്ഷമാണ് ഒലിവ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവർ അടുത്ത് വരുന്നതിനെയും ആ ഒരു ആത്മീക അഭിഷേകത്തിന്റെ അളവിനെ കാണിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വൃക്ഷമാണ് ഒലിവ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സമാഗമന കൂടാരത്തിന്റെ മെയിൻ ഡോറ് മുഴുവനും ഒലിവ് കൊണ്ട് പൊതിയണം, ഒലിവ് തടി കൊണ്ട് പൊതിയണം. കാര്യം അതിലൂടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് അവർ കടന്നു വരുന്നത്. ആ കടന്നു വരുമ്പോൾ മുതലേ ആ ഒലിവിനെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ 3 വൃക്ഷങ്ങളും അവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരെ കാണിക്കുവാനായിട്ട്, യഹൂദനെ കാണിക്കുവാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഈ പ്രത്യേക ഉപമയിൽ നമ്മൾ വായിച്ചു കേട്ട ലൂക്കോസിന്റെ സുവിശേഷം 13-ന്റെ 6 മുതൽ 9 വരെയുള്ള ഭാഗത്ത് യഹൂദനെ ഒരു രാഷ്ട്രമായിട്ട് കാണിക്കുക. ഫലം കൊടുക്കാത്ത അത്തി എന്ന് പറഞ്ഞ് അവരുടെ അവരുടെ ആ ഒരു രാഷ്ട്രീയ നിലവാരം കാണിക്കുക. അവർക്ക് 3 വർഷം ദൈവം സമയം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിന്റെ 7-ാമത്തെ വാക്യം, അവൻ തോട്ടക്കാരനോട്, ഞാൻ ആ വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്യാം. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു. എന്താണ് ഈ 3ന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു അവരുടെ ഇടയിൽ ശുശ്രൂഷ ആരംഭിച്ചിട്ട് 3 വർഷമായി. ആ 3 വർഷം ഞാൻ അവരുടെ ഇടയിൽ ഫലം തിരഞ്ഞു വന്നു. പക്ഷെന്നുണ്ടെങ്കിൽ ഫലം ഒന്നും കാണുന്നില്ല താനും. അതുകൊണ്ട് അതിനെ വെട്ടിക്കളയുക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പിതാവായ ദൈവം തോട്ടക്കാരനോട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് പുത്രനായ ക്രിസ്തുവിനോട് പിതാവായ ദൈവം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. എന്തിന് അത് നിലത്തെ നിഷ്ഫലമാക്കണം, അതിനെ വെട്ടിക്കളയുക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഇവിടെ പിതാവായ ദൈവം തോട്ടക്കാരനായ പുത്രനോട് പറയുകയാണ്, അതിനെ വെട്ടിക്കളയുക. അതിന് പുത്രൻ, പിതാവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. അടുത്ത വാക്യത്തിൽ പറയാണ്, 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, അതിന് അവൻ, കർത്താവെ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. 1 വർഷത്തെ കൂടെ എക്സ്റ്റൻഷൻ പിതാവായ ദൈവത്തോട് പുത്രൻ ചോദിക്കുക. ഇവിടെ തോട്ടക്കാരൻ തോട്ടത്തിന്റെ യജമാനനോട് അപേക്ഷിക്കുക, ഗീവ് ദം അനദർ ഇയർ, 1 more year. ഞാൻ അതിൻ്റെ ചുറ്റും കിളച്ച് വളവും വെള്ളവും ഒഴിച്ച് പരിശുദ്ധാത്മാവിനെ പകർന്ന് അതിൽ ഫലം കായ്ക്കുമാറാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് 1 വർഷം കൂടെ തരാൻ പറയുക. ശരിക്കും എഴുത്തുകാരൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഈ ഭാഗത്ത് ഒറിജിനൽ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന സ്ഥലത്ത്, കർത്താവെ,
ഈ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് ക്രൂശിൽ കിടന്ന് പറയുന്ന ആ ഒരു വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അതുപോലെ പിതാവായ ദൈവത്തോട് ചോദിക്കുക, ഒരു വർഷം കൂടെ എനിക്ക് എക്സ്റ്റൻഷൻ, ഇവരുടെ ഇടയിൽ ഞാൻ പരിശുദ്ധ ആത്മാവിനെ പകർന്ന് വെള്ളമൊഴിച്ച് വളമിട്ട് അതിൻ്റെ ചുറ്റും കിളച്ച് ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് നോക്കാം എന്ന് പറയുക. എന്നാൽ അടുത്ത വാക്യത്തിൽ പിതാവ് ചോദിക്കുകയാണ്, ഫലം കായ്ച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? 9-ാമത്തെ വാക്യത്തിൽ ചോദിക്കുക, മേലാൽ കായ്ച്ചില്ലെങ്കിലോ? ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വാക്യമാണ്. നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടുന്ന രീതിയിൽ വായിക്കണം. കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്. അതിൻ പ്രകാരം പിതാവായ ദൈവം ഒരു വർഷത്തെ എക്സ്റ്റൻഷൻ കൊടുക്കുക. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ ക്രൂശിക്കുമ്പോൾ ദൈവം അവരെ കൈവിട്ടു എന്ന. സത്യത്തിൽ അങ്ങനെയല്ല. ദൈവം അവരെ കൈവിട്ടിട്ടില്ല. ദൈവത്തിന് അവരോടൊരു വിരോധവുമില്ല. ഇൻഫാക്ട് കർത്താവ് തന്നെ അവിടെ വെച്ച് പിതാവിനോട് അപേക്ഷിക്കുക, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കാൽ ഇവരോട് ക്ഷമിക്കണമേ. പരിപൂർണമായിട്ട് അവരോട് ക്ഷമിച്ചിരിക്കുക. വാഗ്ദത്ത പ്രകാരം അവരുടെ അതിനുശേഷമുള്ള ഉയർപ്പിന് ശേഷമുള്ള 50-ാമത്തെ നാൾ, പെന്തക്കോസ്ത് നാൾ, വാഗ്ദത്ത പ്രകാരം പരിശുദ്ധ ആത്മാവാൻ ദൈവത്തെ അവരുടെ ഇടയിൽ അയച്ചിരിക്കുക. ദൈവത്തിന് അവരോട് ഒരു വിരോധവുമില്ല. അവർക്ക് ആ പരിശുദ്ധാത്മാവ് വന്ന ദിവസവും അതിൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ അവരോട് രക്ഷിക്കപ്പെടാൻ പറയുക, അവർ മടങ്ങി വരാൻ പറയുക, യഥാസ്ഥാനപ്പെടുവാൻ പറയുക. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവര് നിങ്ങളുടെ അറിയായ്മയിൽ ചെയ്തു പോയതാ, അതുകൊണ്ട് നിങ്ങൾക്ക് മടങ്ങി വരാനുള്ള അവസരമുണ്ട്. 3:19-20 വായിച്ചാൽ നമുക്കറിയാം. അവരോട് പല ആവർത്തി വീണ്ടും അവർക്ക് അവസരം കൊടുക്കുക. അവിടെ എങ്ങും ദൈവം അവരെ കൈവിട്ടിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന് ശക്തി പ്രാപിച്ച സഭയെ അവർ ഉപദ്രവിക്കുകയും മഹാപുരോഹിതൻ മുതൽ ആ പൗരോഹിത്യ വൃന്ദമാകട്ടെ, ശാസ്ത്രിമാര്, പുരോഹിതന്മാര്, പരീശന്മാര്, സദൂക്യർ, ഈ മേലാളന്മാരെല്ലാവരും അതിനെതിരായിട്ട് തിരിയുകയാണ് ചെയ്യുന്നത്. സഭയെ ഉപദ്രവിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്. 12 അപ്പോസ്തലന്മാരെ ജയിലിലാക്കിയാണ്, പല നിലകളിൽ അവരെ ഉപദ്രവിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച സഭയാണ് ഈ ഉപദ്രവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് കൂടെ ദൈവം അവരെ കൈവിട്ടിട്ടില്ല. അടുത്ത ഒരു വർഷം അവർക്ക് ആ എക്സ്റ്റൻഷനായിട്ട് ഈ ഉപമയിൽ വായിച്ചതുപോലെ ഒരു വർഷം കൂടെ നിൽക്കട്ടെ, വളമിട്ട് വെള്ളമൊഴിച്ച് അവരുടെ ഇടയിൽ പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകം നടക്കുക. അവരിരുന്ന് പ്രാർത്ഥിക്കുന്നിടം കുലുങ്ങുന്ന നിലയിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അവരുടെ നിഴലടിക്കുന്നിടത്ത് ജനം സൗഖ്യമാവുകയാണ്. അതുപോലെ ദൈവം അവരെ ഉപയോഗിച്ചു. എന്നാൽ അവര് 7-ാം അധ്യായത്തിൽ വരുമ്പോൾ സ്തേഫാനോസിനെ, പരിശുദ്ധാത്മ പൂർണ്ണനായി നിൽക്കുന്ന സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു അനുഭവം കൂടെ ഉണ്ടായി കഴിയുമ്പോൾ ദൈവം അവരെ താൽക്കാലികമായിട്ട് കൈവിടുക. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നൊരു വാക്യം ഇത്തരണത്തിൽ വായിച്ച് കേൾപ്പിക്കണം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 31-32 വാക്യങ്ങൾ പെട്ടെന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 31-32. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യനോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കത്തില്ല. ഇവിടെ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും പരിശുദ്ധാത്മ പൂർണ്ണനായി നിൽക്കുന്ന സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുകയും ചെയ്യുന്നതായിട്ട് കാണാം. അടുത്ത വാക്യം, ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. കർത്താവായ യേശു ക്രിസ്തു വായ്മൊഴിയായി പറഞ്ഞ വാക്കായത്. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ഈ ലോകത്തിലും വരുവാനുള്ളതിലും ക്ഷമിക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞ പാപമാണ് ഇവരവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ കൈവിടുകയാണ്. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഫലം കായ്ക്കാത്ത അത്തിമരത്തെ വെട്ടിക്കളയുവാൻ പറയുന്നത് പോലെ ഒരു വർഷത്തിന് ശേഷം ആ അത്തിയെ വെട്ടിക്കളയുക. ഇവിടെ വെട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനെ വെട്ടി കരിച്ചു കളയുക അല്ല, അതിനെ വെട്ടി നിർത്തിയിരിക്കുക, അതിനെ ചുവടോട് വെട്ടിക്കളഞ്ഞിരിക്കുക. എന്നാൽ അത് കിളിർക്കും, അതിനെയും ഫലം കായ്ക്കും. അതിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചിരിക്കില്ല, താൽക്കാലികമായിട്ട് വിട്ടിരിക്കുക. അവരുടെ പാപം അതികഠിനമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അതിനെ വിട്ട് പല ഭാഗങ്ങളറിയാം. ഞാനിപ്പോൾ ഒരു വാക്യങ്ങളെ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിന്റെ അവസാനത്തെ ചില വാക്യങ്ങൾ 29 മുതലുള്ള അവസാനത്തെ ചില വാക്യങ്ങൾ 37 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അവിടെ പറയുകയാണ്, യെരുശലേമേ യെരുശലേം, യേശു ക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളായത്. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അവരുടെ കുറവുകൾ പറയുക, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവ് പറയുന്നത് അവസാന നിമിഷങ്ങളാണ്. 23-ാം അധ്യായമാണ്. 24-ാം അധ്യായത്തിൽ അന്ത്യകാലത്ത് എന്ത് നടക്കുമെന്ന് പറഞ്ഞ് ഇതിനുശേഷം ഒലിവ് മലയിലേക്ക് കയറി പോവുക. ഞാൻ ഇതിന്റെ അടുത്ത ഭാഗം ആ രംഗം വരുന്നുണ്ട്, ഞാൻ അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം.
കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അതായത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം മഹത്വം ഈ ദേശത്ത് നിന്ന് ഇറങ്ങിപ്പോകും. ദൈവം അവരെ കൈവിടുന്ന ഒരു രംഗമായി പറയുന്നത്. ഇതൊരു വാണിംഗ് അവർക്ക് കൊടുത്ത് ദൈവം അവരെയും അവരുടെ വാഗ്ദത്ത പദ്ധതികളെയും അവിടെ കൈവിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിനെയാണ് ഫോൾ ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. എനിക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എൻ്റെ നാവ് തുടിക്കുന്നുണ്ടെങ്കിലും ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യുക. കാര്യം എൻ്റെ വിഷയം ഇതിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കാര്യം മുഴുവൻ പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ എന്നെ കൺട്രോൾ ചെയ്ത് ഒതുക്കുകയാണ്. ഇതിനെയാണ് ഫോൾ ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതായത് സ്തേഫാനോസിനെ കൂടി എറിഞ്ഞു കൊല്ലുന്ന ഒരു ഇൻസ്റ്റൻസ് അനുഭവം അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം ഉണ്ടായി കഴിയുമ്പോൾ ദൈവം അവരെ കൈവിടുകയാണ്. യഹൂദന്റെ വാഗ്ദത്ത പദ്ധതി ദൈവം താൽക്കാലികമായിട്ട് കൈവിടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായത്തിലൊക്കെ നിങ്ങൾ കാണുന്ന ഒരു മഹോളുണ്ട്. അത് പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിൽ, യഹൂദയിൽ, എല്ലായിടത്തും, ശമരിയയിൽ, ഉലകത്തിന്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞ് അവരെ ഒരുക്കുന്ന ഒരു വലിയ കല്യാണ വീട്ടിലെ ഉത്സാഹം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലന്മാരെല്ലാവരും ശക്തി പ്രാപിച്ച് അവരെല്ലാം അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് അവരെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ 7-ാമത്തെ അധ്യായം കഴിഞ്ഞതിന് ശേഷം യു വിൽ ഹാർഡ്ലി സീ ദം എനിവെയർ. 10-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഒരിടത്ത് പത്രോസ് അപ്പോസ്തലനെ കാണുന്നുണ്ട്. അതിന്റെ പർപ്പസ് തന്നെ 15-ാം അധ്യായത്തിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകും, ഒരു കൗൺസിൽ കൂടും. ആ കൗൺസിൽ കൂടുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ അവിടെ എഴുന്നേറ്റ് നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. അതിനുവേണ്ടി ദൈവം പത്രോസിനെ കൊർന്നല്യോസിന്റെ വീട്ടിൽ അയക്കുന്ന ഒരു അനുഭവം 10-ാമത്തെ അധ്യായത്തിൽ കാണും. അതർവൈസ് യു വിൽ നോട്ട് സീ ദം. നിങ്ങൾക്ക് അവരെ കാണുവാനേ കഴിയത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അവരെ കാണുവാനേ കഴിയത്തില്ല. 1, 2, 3, 4 അധ്യായങ്ങളിൽ ഉണ്ടായ ഒരു മഹോള് നിങ്ങൾക്ക് പിന്നെ കാണുവാനേ കഴിയത്തില്ല. കാര്യം ദൈവം അവരെയും അവരുടെ പദ്ധതിയെയും കൈവിട്ടു. ദൈവം മഹത്വം ഇസ്രായേൽ വിട്ട് പടിയിറങ്ങി. ഹല്ലേലൂയ. സ്വർഗരാജ്യം നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെ ചുറ്റി സഞ്ചരിച്ച് തീരുന്നതിന് മുൻപേ വരും എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തതാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ ഉലകം മുഴുവനും പോയി ഈ സുവിശേഷം അറിയിക്കണം. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മഹാദൗത്യം, അത് ഉലകം മുഴുവനും പോയി അറിയിക്കണം. എത്രയും പെട്ടെന്ന്, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, അതായത് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെ മുഴുവനും ചുറ്റി സഞ്ചരിച്ച് തീരുന്നതിന് മുമ്പ് ഞാൻ മടങ്ങി വരും രാജാതിരാജാവായിട്ട്. ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്ന പലരും ജീവനോടന്ന് ഉണ്ടാകും എന്ന് കർത്താവ് പറഞ്ഞ പദ്ധതി ദൈവം ഹോൾഡ് ചെയ്യുക. ഇവിടെ ദൈവം അതിനുശേഷം വർഷം 2000 കഴിഞ്ഞിട്ടും ആ പദ്ധതി നിറവേറിയിട്ടില്ല. കാര്യം ദൈവം അത് ഹോൾഡ് ചെയ്തിരിക്കുക. വളരെ വിശാലമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വിഷയമാണ്, എങ്കിലും ഞാൻ അധികം നേരം നിൽക്കുന്നില്ല. റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 31-32 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയുകയാണ്, നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. അവര് അതിന്റെ എൻഡ് കാണാൻ കഴിഞ്ഞില്ല. ആ പ്രമാണത്തിൽ അവർ എത്തിയില്ല. അത് എന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഇവിടെ അവരുടെ പ്രമാണത്തിലോ അവരുടെ ലക്ഷ്യത്തിലോ അവർക്ക് എത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അതിന്റെ കാരണമാണ് ഇവിടെ വിവരിക്കുന്നത്. എന്നാൽ നമ്മൾ അതിന്റെ ഒത്തിരി ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നമുക്ക് മനസ്സിലാകേണ്ടത് ഇസ്രായേലിനെ ദൈവം കൈവിട്ടിരിക്കുന്നു. യഹൂദനെ ദൈവം കൈവിട്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യം നിങ്ങൾ ഗ്രഹിക്കണം. കാര്യം നമ്മുടെ വിഷയവുമായിട്ട് അത് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നുകൊണ്ട് ആ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇന്ന് ദൈവം യഹൂദനെ കൈവിട്ടിരിക്കുന്ന കാലമാണ്. അവരുടെ പദ്ധതി ഫോളോ ചെയ്താൽ നമുക്കിന്ന് രക്ഷ ഉണ്ടാകത്തില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്നത് അത് കാരണം തന്നെ നറുക്കെടുപ്പ് നീക്കിവെച്ച, അല്ലെങ്കിൽ നറുക്കെടുപ്പ് കഴിഞ്ഞുപോയ ഒരു ലോട്ടറി ടിക്കറ്റ് മാതിരിയാണ്. പരിശുദ്ധയാത്മാവിനാൽ രചിക്കപ്പെട്ട പ്രമേയമാ ആ 4 അധ്യായങ്ങളും ആ 4 പുസ്തകങ്ങളും. സ്വർഗത്തിൽ ദൈവം ആ സ്വർഗീയ പദ്ധതിയുടെ നിറവേറൽ, സ്വർഗസ്ഥനായ ദൈവം ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ച് ഈ ലോകത്തിൽ നടന്നപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളുടെ അക്കൗണ്ട് പറഞ്ഞിരിക്കുന്ന 4 ബുക്കുകളാണ്. ഞാനതിനെ പൂർണ്ണ ആദരവോട് തന്നെ ആദരിക്കുന്നു. അതിന്റെ മുന്നിൽ സാഷ്ടാംഗം വീഴുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സുവിശേഷമല്ല ഇന്ന് ക്രിസ്ത്യാനിയുടെ രക്ഷാ പദ്ധതി എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ 10 കൽപ്പനയും ഗിരിപ്രഭാഷണവും ഗ്രേറ്റ് കമ്മീഷനും അല്ല നമ്മുടെ രക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. അതിനെ എന്ന് വരെ ക്രിസ്ത്യാനിക്ക് മനസ്സിലാകുന്നില്ലയോ, ഈ സ്നാനം മാതിരിയുള്ള മഹാ തെറ്റുകളിൽ നമ്മൾ കുരുങ്ങിപ്പോകും. എന്നാൽ ഇതാണ് സാത്താൻ ഇന്ന് വളരെ ക്ലെവറായിട്ട് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇന്നത്തെ ക്രിസ്ത്യാനി, അല്ലെന്നുണ്ടെങ്കിൽ ആത്മീക ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്നത്.
ഇതുകൊണ്ടാണ് സ്നാനത്തിനെതിരായിട്ട് എനിക്കൊരു ക്ലാസ് ചെയ്യേണ്ടി വരുന്നത്. അവരുടെ വിശ്വാസം കിങ്ഡം ഗോസ്പൽ, രാജ്യത്തിന്റെ സുവിശേഷമാണ്. ദൈവം അവരുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. യു ഹാവ് ആബ്സല്യൂട്ട്ലി നോ കണക്ഷൻ വിത്ത് ദ കിങ്ഡം ഓഫ് ഹെവൻ. ആ സ്വർഗരാജ്യത്തിന്റെ വെളിയിലല്ല നിങ്ങൾ ആയിരിക്കുന്നത്. ഇത് കൃപായുഗമാണ്. സ്തേഫാനോസിനെതിരെ കല്ലെറിഞ്ഞ്, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞ് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നതിന് ശേഷം, ദൈവം അവരെ കൈവിട്ടതിന് ശേഷം സ്വർഗത്തിൽ മറിഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ആരംഭിക്കുക. അതിനെയാണ് ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, കൃപായുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ യഹൂദനിൽ കൂടെ ലഭിച്ച രക്ഷയോ യഹൂദീയ രക്ഷാ പദ്ധതി നമ്മിലേക്ക് കൈമാറിയതോ ഒന്നുമല്ല. അവരുടെ പദ്ധതി ദൈവം അവരെ കൈവിട്ടിരിക്കുകയാണ്. ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും, അവരുടെ പദ്ധതി പുനരാരംഭിക്കും. എന്നാൽ ഇതിനിടയിൽ വന്ന ഒരു 2000 വർഷത്തെ ഒരു കാലഘട്ടമുണ്ട്. ഇത് ദൈവം സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അത് വെളിപ്പെട്ടിരിക്കുക. ഇതിനെയാണ് കൃപായുഗം, അല്ലെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭ. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും സ്തേഫാനോസിനെ കല്ലെറിയുകയും ചെയ്യുമ്പോൾ, അതിന്റെ 8-ാമത്തെ അധ്യായം മുതൽ യെരുശലേമിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും നടക്കുന്നില്ല. കാര്യം അവിടെ നിന്നും ദൈവത്തിന്റെ മഹത്വം പടിയിറങ്ങിയിരിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 7-ലെ സ്തേഫാനോസിന്റെ അടക്കം, അതായത് എന്താ പറയുന്നത്, ഭക്തിയുള്ള യഹൂദന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു എന്ന് പറയുന്നത് നമുക്കറിയാം. സ്തേഫാനോസിന്റെ അടക്കം ഓൾമോസ്റ്റ് കിങ്ഡം ഗോസ്പലിന്റെ അടക്കമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്ത 2000 വർഷത്തേക്ക് ദൈവം അവരെ കൈവിട്ടിരിക്കുക. ഇവിടെ ഒരു ഡിസ്പെൻസേഷണൽ ചേഞ്ച് നടക്കുക, ഒരു പുതിയ യുഗം പിറക്കുക. ഈ കാര്യങ്ങളെയൊക്കെ നമ്മൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പദ്ധതിയുമായിട്ട് കൂട്ടിക്കുഴഞ്ഞു പോകും. ഇവിടെ ഒരു പുതിയ സുവിശേഷം ദൈവം നമ്മളെ ഏൽപ്പിക്കുക, ഒരു പുതിയ രക്ഷാ പദ്ധതി ആരംഭിക്കുക. ആ പുതിയ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലൂടെ നിവർത്തിച്ച രക്ഷണ്യ പദ്ധതിയാണ്. എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി നമ്മുടെ പാപം കർത്താവ് തന്റെ തോളിൽ ഏറ്റുകൊണ്ട് നമുക്ക് പകരമായി കർത്താവ് കാൽവറിയിൽ ഒരു പരമയാഗമാവുക. ആ യാഗത്തിലെ പരിപൂർണ വിശ്വാസത്താൽ നാം ഇന്ന് രക്ഷിക്കപ്പെടുക. ഒരു ഇമ്പ്യൂട്ടഡ് റൈച്ചസ്നെസ്, യേശു ക്രിസ്തുവിലുള്ള രക്ഷ, അത് നമ്മുടെ നീതിയായി കണക്കിടപ്പെടുകയാണ്. ഇതാണ് ഈ കാലഘട്ടത്തിൽ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ദൈവിക സുവിശേഷത്തിലെ അടിപ്പതറാത്ത വിശ്വാസത്തിലും അചഞ്ചലമായ ആ ഒരു സമർപ്പണത്തിലും നാം രക്ഷിക്കപ്പെടുന്ന ഒരു കാലമാണ്. ഇത് സകല മനുഷ്യർക്കും രക്ഷിക്കപ്പെടാവുന്ന ഒരു കാലമാണ്. ഇതൊരു ദൈവിക കരുണ കാലഘട്ടമാണ്. ഇവിടെ പഴയ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതൊരു വേറൊരു സുവിശേഷമാകും. അത് വേറൊരു യേശുവിനെ പ്രസന്റ് ചെയ്യുന്ന പോലെയും വേറൊരു ആത്മാവിനെ പ്രസന്റ് ചെയ്യുന്നത് പോലെയുമാകും. ഇവിടെ പുതിയ ഒരു കാലഘട്ടം ആരംഭിച്ചിരിക്കുക. ഇതാണ് സാത്താന് ഇന്ന് വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രം. അതിന് മുമ്പുണ്ടായിരുന്ന സുവിശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉപയോഗിക്കരുതാത്ത ഭാഷയാണ്, ലാംഗ്വേജ് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക, നനഞ്ഞു പോയ ഒരു പടക്കം മാതിരിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നറുക്കെടുപ്പ് കഴിഞ്ഞു പോയ ലോട്ടറി ടിക്കറ്റ് മാതിരിയാ. അതിന്ന് വാലിഡ് അല്ല. ഇന്ന് അതിവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാ. അതിന് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പ്രസംഗിച്ചാലും അവൻ ശപിക്കപ്പെട്ടവനാ. ഇന്ന് ശപിക്കപ്പെട്ട ദൂതന്മാര് അത് പ്രസംഗിച്ച് മനുഷ്യനെ ആ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഇന്നത് പ്രസംഗിക്കുന്നത് മുഴുവനും, അതിന് ആത്മീക ശക്തി പകരുന്നത് മുഴുവനും ശപിക്കപ്പെട്ട ദൂതന്മാര് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം ഇസ്രായേലിനെ താൽക്കാലികമായി കൈവിട്ടിരിക്കുക. എന്റെ 2-ാമത്തെ വിഷയത്തിലേക്ക് വരിക. ഇതിനോടനുബന്ധിച്ചുള്ള വിഷയത്തിൽ 2-ാമത്തെ വിഷയമാണ് ദൈവ മഹത്വം ഇസ്രായേലിൽ നിന്ന് താൽക്കാലികമായി പടിയിറങ്ങിയിരിക്കുക. ദൈവത്തെ വേണ്ടാത്തവർക്ക് ദൈവത്തിന്റെ മഹത്വം പിന്നെ ഇസ്രായേലിൽ നിൽക്കത്തില്ല. 8-ാം അധ്യായത്തിന് ശേഷം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യെരുശലേമിലോ ഇസ്രായേലിലോ ഒരു ദൈവിക അനുഭവങ്ങളും നടക്കുന്നില്ല എന്ന് നമുക്ക് കാണാം. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ശമരിയയിൽ വലിയ സന്തോഷമുണ്ടായി. ശരിയാ, അത് ശമരിയയിലാണ് ഉണ്ടാകുന്നത്. ഇസ്രായേലിൽ എന്താണ് നടക്കുന്നത്? അവിടെ കർഫ്യൂവാ. യെരുശലേമിൽ കർഫ്യൂവാ. അവിടെ ഭയങ്കര ലഹളയും റായോട്ടും നടക്കുക. അവിടെ ഒരു സന്തോഷവുമില്ല. ഈ ശമരിയയിൽ വലിയ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ അന്ത്യോക്യയിലും കുപ്രോസിലും സോരിലും ലെബനോനിലും പല സ്ഥലങ്ങളിലും, ഖുറേനയിലും ലിബിയയിലും പല സ്ഥലങ്ങളിലും സന്തോഷം ഉണ്ടാകുന്ന കാണാം. ഗാസ സ്ട്രിപ്പിൽ സന്തോഷം ഉണ്ടാകുന്ന നമുക്ക് കാണാം. ഒത്തിരി സ്ഥലങ്ങളിൽ ഇസ്രായേലിൽ നിന്ന് ദൈവ മഹത്വം പടി ഇറങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം.
മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 24-ാം അധ്യായം ഒക്കെ ശ്രദ്ധയോടെ ധ്യാനിച്ചു കഴിഞ്ഞാൽ കർത്താവ് യെരുശലേം ദേവാലയത്തിൽ നിന്ന്, അതിൻ്റെ ഹോളി പ്ലേസിൽ നിന്നും ഇറങ്ങി അതിൻ്റെ പ്രാകാരത്തിൽ കൂടി വെളിയിൽ ഇറങ്ങി യെരുശലേം നഗരത്തിൻ്റെ കിഴക്കേ വാതിൽ കൂടി ഒലിവ് മലയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 23-24 അധ്യായങ്ങൾ 23-24 അധ്യായങ്ങൾ. 23-ാമത്തെ അധ്യായം ഞാൻ നിങ്ങളെ ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. അവിടെ പറയുന്നത്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതിന്റെ മേലോട്ടുള്ള ഭാഗങ്ങൾ വായിക്കണം നിങ്ങൾ. അവിടെ ഈ പുരോഹിതന്മാരെയും മഹാപുരോഹിതനെയും ഒക്കെ കർത്താവ് ശാസിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും കണ്ടില്ല, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിത് നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചും കൊണ്ട് ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നതിൽ കൂട്ടാളികളാകെയില്ലായിരുന്നു എന്ന് പറയുന്നു. അവരെ ശാസിക്കുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കളെന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ. അതിൻ്റെ അടുത്ത വാക്യം, പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുവീൻ. പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? അവിടുത്തെ വലിയ തിരുമേനിയോടായി പറയുന്നത്. പാമ്പുകളെ, സർപ്പസന്തതികളെ, അവരിപ്പോഴും സർപ്പത്തിന്റെ പിടിയില്ല. ആ ഏദനിൽ വന്ന പഴയ പാമ്പിന്റെ പിടിയിൽ തന്നെയാണ്. അതുകൊണ്ട് അവരോട് പറയുന്നത് പാമ്പുകളെ, സർപ്പസന്തതികളെ. ഇതെല്ലാം പറയുന്ന ഒരു ഭാഗം കർത്താവ് യെരുശലേം ദേവാലയത്തിൽ നിന്ന് അവസാനമായിട്ട് ഇറങ്ങിപ്പോവുകയാണ്. ദൈവ മഹത്വം ഇസ്രായേൽ വിടുന്നത് ഒരു ഭാഗം ഞാൻ നിങ്ങളെ വരച്ച് കാണിക്കുക. ഇവിടെ ഈ ആലയത്തിനകത്ത് നിന്ന് വെളിയിൽ കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ വന്ന് ചോദിക്കുക, അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് പറയുക, യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ, അവിടുന്ന് വെളിയിലിറങ്ങിയപ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന് പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അതിന് കർത്താവ് പറയുകയാണ്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതിനുശേഷം അവർ ഒലിവ് മലയിലേക്ക് നടക്കുക. ഈ ഒരു രംഗം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കർത്താവ് നിൽക്കുന്നത് ആ പരിശുദ്ധ സ്ഥലത്ത്, ഹോളി പ്ലേസിലാണ്. അവിടെ നിന്ന് പ്രാകാരത്തിലേക്ക് വരിക. ആ പ്രാകാരത്തിൽ കൂടെ ഇറങ്ങി ആ പ്രാകാരത്തിന്റെ കിഴക്കേ വാതിലിൽ കൂടി ഈ യെരുശലേമിന്റെ കിഴക്കേ വാതിൽ, ഈസ്റ്റ് ഗേറ്റ്, ആ കിഴക്കേ വാതിലിൽ വരിക. ആ കിഴക്കേ വാതിലിൽ നിന്നും ഇറങ്ങി ഒലിവ് മലയിലേക്ക് നടക്കുക. ഈ ഭാഗം ഒലിവ് മലയിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഭാഗമാണ് 24-ാം അധ്യായം. ഇവിടെ വെച്ചാ കർത്താവ് ചോദിക്കുന്നത്, ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നത്, ലോകാവസാനത്തിന്റെ അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. നിന്റെ വരവ് എപ്പം നടക്കും? ലോകാവസാനം എപ്പോൾ സംഭവിക്കും? അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ, അവർ ഒലിവ് മലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന് ഇതെപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അതിന് യേശു ഉത്തരം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. 24-ാമത്തെ അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കണം. ആ കാലത്ത് എന്ത് നടക്കും എന്ന് അക്കമിട്ട് പറഞ്ഞിരിക്കുക. ആ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം ഇതേ ഓർഡറിലാണ് പിന്നെ നടക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അതേ ഓർഡറിലാണ് അവിടെയും കാര്യങ്ങൾ നടക്കുന്നത്. ആ കാര്യങ്ങൾ കർത്താവ് ഇവിടെ അക്കമിട്ട് ഓരോരോ വാക്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുക. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവ മഹത്വം. ഞാനൊരു പെട്ടെന്നൊരു സ്കെച്ച് കാണിക്കാം. ഈ സ്കെച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ടില്ലേ, ഇവിടെ യെരുശലേം ദേവാലയം, അതിന്റെ ഹോളി ഓഫ് ഹോളീസ് ആയത്, അതിപരിശുദ്ധ സ്ഥലമാണ്. മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ മാത്രം കയറി ചെല്ലുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞാൽ ഇത് ഹോളി പ്ലേസാ. ഇവിടെ നിന്നാണ് കർത്താവ് ഇറങ്ങിപ്പോകുന്നത്. ഈ പറഞ്ഞുകൊണ്ട് പുരോഹിതന്മാരോട് സംസാരിച്ചുകൊണ്ട് 23-ാമത്തെ അധ്യായത്തിൽ സംസാരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി ആ ജൂവിഷ് കോർട്ട്യാർഡ്, അവരുടെ ആ പ്രാകാരത്തിൽ കൂടി, അതിൻ്റെ സോളമൻസ് പോർട്ടിക്കോ, ആ ഭാഗത്തുള്ള ആ ഈസ്റ്റ് ഗേറ്റിൽ കൂടി കർത്താവ് വെളിയിൽ ഇറങ്ങുക. ഈ ഈസ്റ്റ് ഗേറ്റിൽ കൂടി, ഹോളി പ്ലേസിൽ നിന്നും ഈ പ്രാകാരത്തിൽ നിന്നും ഈ കിഴക്കേ വാതിൽ കൂടെ വെളിയിലിറങ്ങി ഇവിടെ നിന്ന് 1 മൈൽ ദൂരമാണ്, അതായത് ഒരു മൈൽ ദൂരമാണ് ഈ ഒലിവ് മല. ഈ കാണുന്നത് ഒലിവ് മലയാണ്. ഒലിവ് മലയിലേക്ക് കർത്താവ് നടന്നു പോവുക. ഈ ഒലിവ് മലയിൽ വെച്ചാണ് അവർ ചോദിക്കുന്നത്, ഇതൊക്കെ എപ്പോൾ സംഭവിക്കും എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം. ഞാൻ വേറൊരു സ്കെച്ച് കാണിക്കാം. ഇതേ ഹോളി ഓഫ് ഹോളീസ്, അതിപരിശുദ്ധ സ്ഥലവും ഇത് പരിശുദ്ധ സ്ഥലവും അതിന്റെ പ്രാകാരവും അതിൽ കൂടെ ഈസ്റ്റ് ഗേറ്റിൽ കൂടെ വെളിയിലോട്ട് ഇറങ്ങുന്ന ഒരു ഭാഗമാണ്. വേറൊരു സ്കെച്ച് കാണിച്ചാൽ കുറെ കൂടെ ഇത് കണ്ടില്ലയോ, ഇത് ഒലിവ് മലയിൽ നിന്ന് യെരുശലേം ദേവാലയം കാണുന്ന ഒരു ഭാഗമാണ്. ഇതിന്റെ ആ ഗേറ്റ് ആണ് ഈ കാണുന്നത്, അതിന്റെ ചുറ്റുമുള്ള മതിലായി കാണുന്നത്. ഇതിന്റെ ഈസ്റ്റ് ഗേറ്റ് ആണ് ഈ കാണുന്നത്, ഈസ്റ്റ് ഗേറ്റ്. ഇതുവഴി കർത്താവ് ഇറങ്ങി പോരുക. ഇതിന്റെ ആ പരിശുദ്ധ സ്ഥലത്ത് നിന്നും ഇറങ്ങി പ്രാകാരത്തിൽ കൂടി ഇറങ്ങി ഇതിന്റെ ഈസ്റ്റ് ഗേറ്റിൽ വന്നിട്ട് ആ ഈസ്റ്റ് ഗേറ്റ് വഴി ഒലിവ് മലയിൽ വന്നിരിക്കുക. നമ്മളിപ്പോൾ ഒലിവ് മലയിൽ നിന്ന് കാണുന്ന ഒരു ദൃശ്യമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അങ്ങനെ ദൈവ മഹത്വം ആലയത്തിൽ നിന്നും ഇറങ്ങി ഒലിവ് മലയിൽ വന്നിട്ട് അടുത്ത അധ്യായങ്ങളിൽ കാണുന്ന ഈ ഒലിവ് മലയിൽ നിന്നും
കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ ആലയത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. ആ ആലയത്തിൽ നിന്നും മഹത്വം ഇറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ എന്തിനാ ഇത് കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ ദൈവം കൈവിടുക. ഇതിന് ശേഷം ഇസ്രായേലിൽ ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് കാണാം. ആത്മീയമായ ഒരു അനുഗ്രഹവും നടക്കുന്നില്ല. കാര്യങ്ങളൊക്കെ ഇസ്രായേലിന് വെളിയിലാണ്. പൗലോസ് അപ്പോസ്തലനെ പിടിക്കുന്നതന്നെ വിളിക്കുന്നതന്നെ ദമസ്കോസിൽ വെച്ച. ഇസ്രായേലിൽ ഒന്നും നടക്കുന്നില്ല. ഫിലിപ്പോസിനെ ഗാസയിലേക്ക് പറഞ്ഞയക്കുക എത്യോപ്യയിൽ നിന്ന് ഷണ്ണനെ നേടുവാനായിട്ട്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് മുഴുവനും ഇതിന്റെ വെളിയിലാണ്. ശമരിയയിലും എന്താ പറയുന്നത്, കുപ്രോസിലും അന്ത്യോക്യയിലും ദമസ്കോസിലും ഒക്കെ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് പരിപൂർണമായിട്ട് ദൈവിക മഹത്വം ഇറങ്ങിപ്പോയിരിക്കുന്നതായിട്ടും അവിടെ പ്രത്യേകിച്ച് പിന്നെ വേറെ ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ തിരിച്ചു വരാം. ഇവിടെ ഞാൻ ഈ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരിക്കൽ മാത്രമല്ല. ദൈവം അവരെ കൈവിടുന്നതിന് മുമ്പ്, ആ ഇസ്രായേലിൽ നിന്ന് മഹത്വം ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ്, ഇതിന് മുമ്പ് ഒരിക്കൽ ഇവരെ പ്രവാസത്തിലേക്ക് അയക്കുന്നതിന് മുമ്പ് ഇവരുടെ അകൃത്യം ഹേതുവായിട്ട് ദൈവം ഇവരെ പ്രവാസത്തിലേക്ക് അയക്കുന്നുണ്ട്. അന്ന് ദൈവിക മഹത്വം ഇതുപോലെ ഇറങ്ങിപ്പോകുന്ന ഒരു രംഗം നമുക്ക് എസെക്കിയേൽ പ്രവചനത്തിൽ കാണുവാൻ കഴിയും. നിങ്ങളുടെ ആ ഒരു അറിവിനായിട്ട് ഞാൻ അതുകൂടെ ഒന്ന് കാണിക്കുവാൻ ആഗ്രഹിക്കുക. എസെക്കിയേൽ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഇസ്രായേലിന്റെ അകൃത്യം എന്താണ് അത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തവണ്ണം അന്യ ദൈവന്മാരെ ആരാധിക്കുന്നതും അന്യ ആരാധന നടക്കുന്നതും ഒക്കെ യെരൂശലേം ദേവാലയത്തിനകത്തിൽ നടക്കുന്ന ദൈവമേ എസെക്കിയേലിനെ കാണിക്കുക. എസെക്കിയേലിനെ കാണിച്ചിട്ട് അവിടെ നിന്ന് ദൈവമഹത്വം ഇറങ്ങിപ്പോകുന്നത് കാണിക്കുന്ന ഒരു രംഗം നിങ്ങൾ എസെക്കിയേൽ പ്രവചനം 8-ാം അധ്യായം 1 മുതൽ 17 വരെ വായിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ വാക്യം ഞാനൊന്ന് എടുത്തോട്ടെ. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, എന്നാൽ അടുത്തുള്ള സമയങ്ങളിൽ അതിനുശേഷം നടക്കുന്നത് എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. എസെക്കിയേൽ പ്രവചനം 9-ാം അധ്യായം 8-ാം അധ്യായമാണ് നിങ്ങൾ വായിക്കാൻ ഞാൻ പറഞ്ഞത്. അവിടുത്തെ വാക്യം കണ്ടില്ലേ? ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഞാൻ ഈ പിക്ചർ ഒന്ന് മാറ്റിക്കോട്ടെ. അവിടെ കണ്ടില്ലേ, അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ലസ്വർണത്തിന്റെ പ്രഭ പോലെയുമായിരുന്നു. ഇത് അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. ആത്മാവിനെ ഭൂമിയുടെയും ആകാശത്തിന്റെ മധ്യേ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരൂശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽകൾ കൊണ്ടുചെന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിന്റെ ഇരിപ്പിടമുണ്ടായിരുന്നു. അതിനകത്ത് നടക്കുന്ന എല്ലാ മ്ലേച്ഛതകളെയും കാണിക്കുക. യെരൂശലേം ദേവാലയത്തിനകത്തിലെ എസെക്കിയേലിന്റെ തലമുടിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടു നടന്ന് കാണിക്കുക. ഒരു ഡ്രോണിൽ കൊണ്ടു നടന്ന് കാണിക്കുന്നത് പോലെ ദൈവം എസെക്കിയേലിനെ കാണിക്കുക. ഞാൻ ഇവരെ എന്തുകൊണ്ടാണ് അടിക്കാൻ പോകുന്നതെന്ന് കാണിച്ചു കൊടുക്കുക. എന്തുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിപ്പോകുന്നു എന്ന് അവരെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ താപ്പോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് അത് കാണുവാൻ കഴിയും. സമയ ചുരുക്കം കാരണം ഞാനത് വായിക്കുന്നില്ല. എന്നാൽ 9-ാമത്തെ അധ്യായം അതിന്റെ 3-ാം വാക്യം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. 9-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം അവിടെ ഇങ്ങനെയാ പറയുന്നത്: ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അത് ഇരുന്നിരുന്ന കെരൂബിന്മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. പിന്നെ അവൻ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. നമ്മുടെ വിഷയം ഇതാണ്. അതായത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അത് ഇരുന്നിരുന്ന കെരൂബിന്മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. ഇവിടെ ദൈവത്തിന്റെ മഹത്വം ആ ആലയത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഇവിടെ നോക്കിയേ, 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അത് ഇരുന്നിരുന്ന കെരൂബിന്മേൽ നിന്ന്, അതായത് അതിപരിശുദ്ധ സ്ഥലത്താണ് ആ കെരൂബുകൾ ഇരിക്കുന്നത്. ആ കെരൂബിന്മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരിക്കുക. അവിടെ നിന്നും ഇറങ്ങി പോരുന്നതായിട്ട് കാണാം. നമുക്ക് അതിന്റെ അടുത്ത വാക്യം നോക്കിയേ, 10-ാം അധ്യായത്തിന്റെ 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 18ഉം 19ഉം വാക്യങ്ങൾ. 10-ാം അധ്യായം അതിന്റെ 18, 19 വാക്യങ്ങൾ പറയുന്നുണ്ട്: പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകളിന്മേൽ മീതെ വന്ന് നിന്നു. ഇവിടെ പുറത്തുള്ള കെരൂബുകളാണ്. അതിങ്ങനെ വീലും ചക്രവും ഒക്കെ ഉള്ള പറക്കാൻ നിൽക്കുന്ന കെരൂബുകൾ അതിന്റെ മേൽ വന്നിരിക്കുക. അതായത് യഹോവയുടെ മഹത്വം ആലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് അതിന്റെ ഉമ്മരപ്പടിയിൽ വന്നിരുന്നു. എന്നാൽ ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകളിന്മേൽ വന്നു നിന്നു, അതിന്റെ മീതെ വന്നു നിന്നു എന്ന് പറയുക. അതിന്റെ അടുത്ത വാക്യം കണ്ടോ: അപ്പോൾ കെരൂബുകൾ ചിറകു വിടർത്തി ഞാൻ കാണുക ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അത് അവിടുന്ന് യാത്ര ചെയ്യുക കെരൂബുകൾ. അപ്പൊ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേരത്തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിന്റെ കിഴക്കേ പടിവാതിക്കൽ ചെന്ന് നിന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം പോലെ അവയ്ക്ക് മീതെ നിന്നു. അതായത് ഈ ആലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രംഗമായി കാണിക്കുന്നത്. ഹോളി ഓഫ് ഹോളീസിൽ നിന്ന് ഇറങ്ങി ഇതിന്റെ ഈ ഹോളി പ്ലേസിൽ കൂടി ഈ ഉമ്മരപ്പടിയിൽ വന്നിരുന്നു. അവിടെ നിന്ന് കിഴക്കേ വാതിൽ കൂടി ഇറങ്ങി പോവുകയാണ് ഒലിവ് മലയിലേക്ക്, ആ പർവ്വതത്തിലേക്ക്, ആ ഒലിവ് മലയിലേക്ക് പോകുന്ന ഭാഗമായി പറയുന്നത്. ഈ 11-ാമത്തെ വാക്യം കാണിക്കാം. 11-ാമത്തെ അധ്യായം
11-ാമത്തെ അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ. 22-ാമത്തെ അധ്യായം വാക്യം പറയുന്നു, അനന്തരം കെരൂബുകൾ ചിറക് വിടർത്തി ചക്രങ്ങളും ചേരെ തന്നെ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം പോലെ അവയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. ആ മഹത്വം അവിടെ നിന്ന് പോവുക. ആ ഈസ്റ്റ് ഗേറ്റിൽ കൂടി, കിഴക്കേ വാതിൽ കൂടെ പോവുക. യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി. ഈ യെരൂശലേമിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്ക് വശത്തുള്ള പർവ്വതത്തിൽ നിന്നു. ഇതാണ് ആ കിഴക്കേ വാതിലിൽ കൂടി ഇറങ്ങി കിഴക്കേ പർവ്വതം, അതായത് ഒലിവ് മലയിൽ ചെന്ന് നിൽക്കുക. നമുക്ക് തുടർന്ന് പഠിച്ചു കഴിഞ്ഞാൽ കാണാം, ഇവിടെ നിന്നും ആ മഹത്വം ഇറങ്ങി പോകുന്നതായിട്ടും മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ ചെന്ന് നിന്നു. കർത്താവായ യേശു ക്രിസ്തു ആ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന്, ആ പരിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇറങ്ങി അവിടെ നിന്നും പ്രാകാരത്തിൽ കൂടി കിഴക്കേ വാതിലിൽ കൂടി ഇറങ്ങി ഒലിവ് മലയിലേക്ക് നടന്നു പോയ അതേ രീതിയിൽ തന്നെ ദൈവത്തിന്റെ മഹത്വം ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. യഹോവയുടെ മഹത്വം ഇസ്രായേലിൽ നിന്ന് പടി ഇറങ്ങി പോവുകയാണ്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ അടിമകളായിട്ട് അതിനുശേഷം ചിതറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഞാൻ മടങ്ങി വരാം. ലോകത്തിൽ അവരെ മുഴുവനും ചിതറിപ്പോകുന്നതായിട്ട്, ഇസ്രായേലിൽ നിന്ന്, യെരൂശലേമിൽ നിന്ന് മുഴുവനും ചിതറി അന്യദേശത്ത് പരദേശികളായിട്ട് പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടു പോകുന്നത് നമുക്ക് കാണാം. എന്നാൽ ഇതൊരു അന്ത്യമായിരുന്നില്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അവരുടെ അന്ത്യമായിരുന്നില്ല ഇത്. അവര് ദൈവം പ്രവാസത്തിലേക്ക് അയച്ചിരിക്കുകയും ദൈവം അവരോട് കോപിച്ചിരിക്കുക, ദൈവം മഹത്വം അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുക, ദൈവം ഇസ്രായേലിനെ കൈവിട്ടിരിക്കുക, അവരുടെ പദ്ധതി ദൈവം കൈവിട്ടിരിക്കുക. ഇതിനു മുമ്പും ദൈവം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അവരെ അസീറിയൻ പ്രവാസത്തിലേക്ക് വിട്ടപ്പോഴും ദൈവം അവരെ കൈവിട്ടിട്ടുണ്ട്. 70 സംവത്സരത്തോളം ബാബേൽ പ്രവാസത്തിൽ അയച്ചപ്പോഴും ദൈവം അവരെ കൈവിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവം കൈവിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമായത്. അവിടെ ആ സമയത്ത് ദൈവം അവരോട് ഇടപെടുന്നില്ല, ദൈവം അവരുടെ പദ്ധതി കൈവിട്ടിരിക്കുക. എന്നാൽ ഈ സമയത്ത് അത് ഏകദേശം 2000 വർഷം നീണ്ട ഒരു പദ്ധതി ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവം അവരെ കൈവിട്ടിരിക്കുക. ദാനിയേലിന്റെ പ്രവചനം കൈവിട്ടിരിക്കുന്നുവെങ്കിലും ദൈവം അവരെ കൂട്ടിച്ചേർക്കും. ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന് അവരോട് പദ്ധതികളുണ്ട്, ദൈവം അവരെ കൂട്ടിച്ചേർക്കും. 24-ാം അധ്യായം ദാനിയേലിന്റെ പ്രവചനം, അതിൽ ഒരു വാക്യം കൂടെ കാണിച്ചാൽ ഈ വിഷയം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. 9-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം കാണിക്കാം. അവിടെ പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ നടക്കണം, 6 കൂട്ടം കാര്യങ്ങൾ നടക്കണം. അതിന് ഒന്നാമതായിട്ട് അതിക്രമത്തെ തടസ്സം ചെയ്യണം, 2 പാപങ്ങളെ മുദ്രയിടണം, 3 അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തണം, 4 നിത്യനീതി നിറവേറ്റണം, 5 ദർശനവും പ്രവചനവും മുദ്രയിടണം, 6-ാമത്തെ കാര്യം അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യണം. ഞാൻ അതിനെന്തിനാ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിപരിശുദ്ധമായത് കർത്താവായ യേശു ക്രിസ്തുവ. ആ കർത്താവ് ഈ ആലയത്തിലേക്ക് മടങ്ങി വരും. എങ്ങനെ ആലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയോ അതേ റൂട്ടിൽ കൂടെ തന്നെ ഈ ആലയത്തിലേക്ക് മടങ്ങി വരും. ആ മടങ്ങി വരാൻ എത്ര സമയം എടുക്കും? തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരം, അതാ യെരൂശലേമാ, അതിന് മടങ്ങി വരുവാനും തക്കവണ്ണം നിന്റെ ജനം എന്ന് പറയുന്ന യഹൂദനാ, വിശുദ്ധ നഗരം എന്ന് പറയുന്ന ജെറുസലേമാ, അതിന് 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഈ 70 ആഴ്ചവട്ടം കഴിയുമ്പോൾ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. അത് യെരൂശലേം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നഗരമാണ്. യെരമ്യാ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം കണ്ടോ? യെരമ്യാ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം അവിടെ പറയുന്നത് കണ്ടോ? ആ കാലത്ത് യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. ഏത് കാലത്ത്? കർത്താവ് മടങ്ങി വരും അവരുടെ ഇടയിൽ. സകല ജാതികളും അവിടേക്ക്, യെരൂശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമനിമിത്തം വന്നു ചേരും. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യപ്രകാരം ഇനി അവർ നടക്കത്തുമില്ല. ഒത്തിരി റെഫറൻസുകൾ കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറുക. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 34-35 വാക്യമൊക്കെ നോക്കിയാൽ കാണാം, യെരൂശലേം മഹാരാജാവിന്റെ നഗരം. അത് അവരോട് ദൈവം ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ്. സങ്കീർത്തനം 48-ന്റെ 1 മുതൽ 3 വരെ വായിച്ചു കഴിഞ്ഞാൽ യെരൂശലേമിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. ഇതെല്ലാം ദൈവം അവരെ കൈവിട്ടിരിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ നഗരവും ദൈവിക പദ്ധതികളുമാണ്. റോമാലേഖനം 11-ാം അധ്യായം 26 മുതൽ തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും, ദൈവം അവരോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തം അത് നിവർത്തിയാക്കുമെന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് പിതാക്കന്മാരോട് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം. റോമാലേഖനം 11-ാം അധ്യായം 26 മുതൽ കണ്ടില്ലയോ? ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവർ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. യാക്കോബ് എന്ന് പറഞ്ഞ ഇസ്രായേല. യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ, ഇത് ദൈവം അവരുടെ പാപത്തെ നീക്കുന്ന ഒരു ദിവസമുണ്ട്. ഇതിനെയാണ് മഹാപാപ പരിഹാര ദിനം എന്ന് പറയുന്നത്.
അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്തത്, സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കളെങ്കിലും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്, അത് വരാനിരിക്കുന്ന കാര്യമാണ്. അവിടെ മോശയെ ഏലിയാവിനെയൊക്കെ ദൈവം അയക്കും. 1,44,000 പേരെ 12 ഗോത്രത്തിൽ നിന്നും 12,000 പേരെ വീതം എടുത്ത് അമേരിക്ക മുതൽ ഓസ്ട്രേലിയ വരെ ദൈവം അവരെ അയക്കും. അവരോട് സുവിശേഷം പറയും. അതിൽ നിന്ന് 3-ൽ 2 പേര് പട്ടുപോകും, 3-ൽ 1 പേര് രക്ഷിക്കപ്പെടും. ആ രക്ഷിക്കപ്പെടുന്നവരെ കഠിന ശോധനയിൽ കൂടി കടത്തിവിടും. അതാണ് ആ പീഡനകാലം, ആ 7 വർഷത്തെ മഹാപീഡനകാലം. സാത്താൻ അവരെ ടാർഗറ്റ് ചെയ്ത് അവരോട് പോരാടുന്ന ഒരു സമയമാണ്. സക്കറിയ പ്രവചനം ഒരു വാക്യം കൂടെ ഒന്ന് കാണിച്ചോട്ടെ. ഞാൻ ഈ കാര്യം ഒന്ന് പറഞ്ഞ് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമല്ലോ. സക്കറിയ പ്രവചനം 13-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യം കൂടെ ഒന്ന് കാണിക്കാം. സക്കറിയ പ്രവചനം അവിടെ പറയുകയാണ്, ഇത് കണ്ടോ, എന്നാൽ സർവ്വദേശത്തിനും 3-ൽ 2 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും. യഹൂദന്റെ കാര്യമാണ്. എന്നാൽ സർവ്വദേശത്തിലും 3-ൽ 2 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും. 3-ൽ 1 ശേഷിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 3-ൽ 1 യഹൂദൻ ശേഷിക്കും, 3-ൽ 2 അവിടെ പട്ടുപോകും. ഈ ശേഷിക്കുന്നവനെ ശോധനയിൽ കൂടി കടത്തിവിടും. ഇത് കണ്ടോ, 3-ൽ 1 താൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതി കഴിച്ചതുപോലെ അവരെ ഊതി കഴിക്കും. പൊന്ന് ശോധന കഴിക്കുന്ന പോലെ അവരെ ശോധന കഴിക്കും. കാര്യം അവർ ദൈവത്തോടൊപ്പം സ്വർഗരാജ്യത്തിൽ വാഴാനുള്ളവരാണ്. അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരം അരുളുകയും ചെയ്യും. അവർ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, യഹോവ എൻ്റെ ദൈവം അവരും പറയും. ഇവരോട് ദൈവം ഒരു പുതിയ കവണന്റ് ഒക്കെ ചെയ്യും. അതിനുശേഷം അവർ എന്നേക്കും നിത്യതയിൽ കർത്താവിനോടൊപ്പം വാഴും. ഇത് ദൈവിക പദ്ധതിയാണ്. ആ പദ്ധതി നടക്കണമെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയ ദൈവിക മഹത്വം മടങ്ങി വരണം. ദൈവത്തിന്റെ മഹത്വം എങ്ങനെ ഇറങ്ങിപ്പോയോ ആ ദൈവിക മഹത്വം മടങ്ങി വരണം. ഇപ്പൊ അവിടെ ദൈവത്തിന്റെ മഹത്വമില്ല. ആ പോയ മഹത്വം അതുപോലെ തിരിച്ചു വരണം. 43-ാം അധ്യായം അങ്ങനെ തിരിച്ചു വരുന്നു എന്ന് ഞാൻ കാണിക്കാം. 43-ാം അധ്യായം 1-2 വാക്യങ്ങൾ നോക്കിയേ. എസക്കിയലിനെ കാണിച്ചു. അവിടെ നിന്നും അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇറങ്ങി, പ്രാകാരത്തിൽ നിന്ന് ഇറങ്ങി കിഴക്കേ വാതിൽ കൂടി ഒലിവ് മലയിലേക്ക് പോയതുപോലെ മടങ്ങി വരിക. അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുചെന്നു. ദൈവം കൊണ്ടുവന്ന് കാണിക്കുക. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. കണ്ടോ, പോയതുപോലെ തന്നെ തിരിച്ചു വരുന്ന കണ്ടോ. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. കണ്ടോ, കർത്താവിന്റെ തേജസ് മടങ്ങി വരുന്ന കണ്ടോ. ദ ഗ്ലോറി ഓഫ് ദ ഗോഡ് ഈസ് റിട്ടേണിംഗ് ബാക്ക് ടു ദ ഇസ്രായേൽ. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ 4-ാം വാക്യം, യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. കിഴക്കേ വാതിൽ കൂടെ ഇറങ്ങിപ്പോയത്. ആ കിഴക്കേ വാതിലിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിക്കുക. ആ പ്രവേശിച്ചു കഴിഞ്ഞാൽ 5-ാമത്തെ വാക്യം, ആത്മാവിനെ എടുത്ത് അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്നർ കോർട്ടിൽ ചെല്ലുക. യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചിരിക്കുന്നു. തിരിച്ച് കർത്താവ് ആലയത്തിലേക്ക് മടങ്ങി വന്നിരിക്കുക. ഇതാണ് ഞാൻ ദാനിയേൽ പ്രവചനത്തിൽ കാണിച്ചത്. ആ ദാനിയേൽ പ്രവചനത്തിൽ കാണിച്ചതിന്റെ 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ കാണിച്ചത്, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യണം. കണ്ടോ, ഈ അതിപരിശുദ്ധമായത് ആലയത്തിലേക്ക് മടങ്ങി വരും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ആലയത്തിൽ വരും. അവരോടൊപ്പം രാജാതി രാജാവായിട്ട് 1000 ആണ്ട് ഈ ലോകത്തിൽ വാഴും. അതിന് നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ദൈവിക പദ്ധതിയും ദൈവത്തിന് ഇസ്രായേലിനോടുള്ള പദ്ധതിയുമാണ്. ഇവിടെ ഒന്നും താങ്കൾ ഈ വിഷയത്തിലില്ല. നിങ്ങൾ ഇതിനെ കയറി ഏറ്റുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ പദ്ധതി അല്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും പറയാൻ പറ്റത്തില്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം കണ്ടില്ലേ? അവിടെ പറയാണ്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരാണ്. നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പവർതിയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും. ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. ഇസ്രായേലിന്റെ പദ്ധതി ഇസ്രായേലിന്റെ പദ്ധതിയാണ്. നിങ്ങൾ അതിൽ കയറി അതിൻ്റെ കൂടെ ജോയിൻ ആകാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പദ്ധതി ആവത്തില്ല. നിങ്ങളുടെ പദ്ധതി എന്ന് പറയുന്നത് ദൈവം കർത്താവ് കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടിരിക്കുക. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. ഇത് യഹൂദനെന്നും യവനെന്നൊന്നുമില്ല, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്ന കഴിഞ്ഞ 2000 വർഷം ദൈവം തുറന്നിരിക്കുന്ന ഒരു കൃപായുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഇതാണ് ക്രിസ്തീയ പദ്ധതി. ഇതിൻ്റെ കൂടെ യഹൂദീയ പദ്ധതിയും കൂടെ നിങ്ങൾ ചേർത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു സുവിശേഷമായി പോകും, വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്ന പോലെ ആയി പോകും. നിങ്ങൾ നിത്യ നരകാഗ്നിയിലേക്ക് ചെന്ന് ചേരും. വേറൊരു സുവിശേഷം പറഞ്ഞാൽ അത് ദൂതനായാലും ശരി, അവൻ ശാപിക്കപ്പെട്ടവനാണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്.
അതുകൊണ്ട് സത്യം തിരിച്ചറിയാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇതുകൊണ്ടാണ് സ്നാനത്തെക്കുറിച്ചും യഹൂദന്റെ പദ്ധതിയിൽ ഇന്ന് ക്രിസ്ത്യാനിയായി പോയിരിക്കും. ഒരു ഹൈബ്രിഡ് സുവിശേഷം, ഒരു ഗോസ്പൽ കണ്ടുപിടിച്ചിരിക്കുക. മാനസാന്തരപ്പെടുക, ജലസ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അന്യഭാഷ, പ്രവചനം, ഇതെല്ലാം യഹൂദനോട് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. വീര്യപ്രവൃത്തികള്, രോഗശാന്തി, അത്ഭുതങ്ങള്, അടയാളങ്ങൾ, ഇതെല്ലാം അവരുടെ പദ്ധതിയാണ്. ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യു. നമ്മുടെ രക്ഷ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു രക്ഷിത ഗണമാണ് നമ്മൾ. നമ്മുടെ സഭ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നാം റാപ്ചറിൽ ചേർക്കപ്പെട്ട നിത്യം സ്വർഗത്തിൽ വാഴാൻ പോകുന്ന സ്വർഗീയ പദ്ധതിയുടെ വിളിയും തിരഞ്ഞെടുക്കുവാൻ നമ്മുടേത്. ഇതിൻ്റെ കൂടെ യഹൂദിയ പദ്ധതി കൂട്ടിക്കലർത്തി കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു സുവിശേഷം പറയുന്നവരാകും, നിങ്ങൾ വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നവരാകും, വേറൊരു ആത്മാവിനെ പ്രസംഗിക്കുന്നവരാകും. സത്യം മനസ്സിലാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ തേജസ് മടങ്ങി വരും. അത് കിഴക്കേ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കും. അത് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്തു. അത് 70-ാം ആഴ്ചവട്ടത്തോട് പൂർത്തിയാകും. അങ്ങനെ ദൈവം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തും. അതാണ് യഹൂദനുമായിട്ടുള്ള ദൈവിക പദ്ധതി. നിങ്ങൾക്ക് അതിൽ പങ്കുമോഹരിയുമില്ല. നിങ്ങൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാ. ഈ സത്യം മനസ്സിലാക്കുവാനും നമ്മുടെ സ്നാനം ആത്മസ്നാനമാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു. എൻ്റെ പാപം തൻ്റെ തോളിലേറ്റിക്കൊണ്ട് അവൻ എനിക്ക് പകരമായിട്ട് കാൽവറിയിൽ ഒരു പരമയാഗമായി മാറി. അതിലെ ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും ഞാൻ രക്ഷിക്കപ്പെടുക. അവൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിലേക്ക് വരികയും ഞാൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുകയുമാണ്. ആ സ്നാനം പരിശുദ്ധാത്മ സ്നാനമാണ്. ഞാൻ അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ വരുന്ന ക്ലാസ്സുകളിൽ തരാം. അത് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയ നിലങ്ങളെ ഒരുക്കട്ടെ, നിങ്ങളുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കും.